എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക. ഒപ്പം തന്നെ വാസ്തു സംബന്ധമായ ദോഷങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഒന്ന് വാസ്തു നോക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് വിളിക്കുക. വാട്സപ്പ് മുഖാന്തരമോ ഇല്ലെങ്കിൽ ഫോൺ വിളിച്ചോ കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾക്ക് കിടക്കാം. നമുക്ക് എല്ലാവർക്കും ഓരോരോ മനസ്സിൽ ഓരോരോ ആഗ്രഹങ്ങൾ കാണും അല്ലേ? എനിക്ക് ഒരു വീടുണ്ടാക്കിക്കൊള്ളു, കാർ ഉണ്ടാക്കിക്കൊള്ളാം അല്ലേ? അപ്പോൾ നമ്മുടെ ഏത് ആഗ്രഹവും സാധിച്ചു തരുന്ന ഒരു ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര ക്ഷേത്രം. ചോറ്റാനിക്കര അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാലും തീരാത്തത്ര അനുഭവങ്ങളുള്ള ഒത്തിരി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ്. അതായത് ആ ഒരു ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് മാറാത്ത അസുഖങ്ങളില്ല, രോഗങ്ങളില്ല, പ്രശ്നങ്ങളില്ല. അപ്പം അത്രയ്ക്കൊരു പവർഫുള്ളായ ഒരു ക്ഷേത്രം കൂടെയാണ് ചോറ്റാനിക്കര. നമ്മൾ എന്തെങ്കിലുമൊക്കെ ബാധാദുരിതങ്ങൾ അല്ലെങ്കിൽ ശത്രുദോഷങ്ങൾ, സമയദോഷങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ പവിഴമല്ലിത്തറയിൽ 21 വലത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഒപ്പം തന്നെ കീഴ്ക്കാവിലെ പൂജ കണ്ടു തൊഴുന്നതും 21 വലത്ത് വെച്ച് തൊഴുത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. മേൽക്കാവിൽ തിരക്കുള്ളതുകൊണ്ട് നമുക്ക് അധികം വലത്ത് വെക്കാൻ പറ്റത്തില്ല. ഒപ്പം തന്നെ പവിഴമലി തറയിൽ നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. അപ്പോൾ നമുക്ക് എന്ത് ആഗ്രഹങ്ങളും നല്ല രീതിയിൽ അമ്മ സാധിച്ചു തരും. അത് അനുഭവസ്ഥർ ഇഷ്ടം പോലെ ഉണ്ട് ചോറ്റാനിക്കര. അതുകൊണ്ടാണ് ഓരോ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഭക്തജന തിരക്ക് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലെ എന്ത് ആഗ്രഹങ്ങളാണെങ്കിലും നമ്മൾ ചോറ്റാനിക്കര അമ്മയുടെ മുമ്പിൽ നിന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ചോറ്റാനിക്കര അമ്മ സാധിച്ചു തരും അല്ലേ? അപ്പോൾ നമുക്ക് അമ്മയ്ക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത്? ഇല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിനനുസരിച്ച് എന്ത് വഴിപാടാണെങ്കിലും ഭക്തജനങ്ങൾക്ക് നേർന്ന് നിന്ന് നമുക്ക് ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറയാം. അത് ചിലപ്പോൾ ഭക്തജനങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു മാലയായിരിക്കാം, ഇല്ലെങ്കിൽ ദേവിക്ക് ചാർത്താൻ പറ്റുന്ന സാരി ആയിരിക്കാം. ചില ഭക്തജനങ്ങൾ ശർക്കര കൊണ്ട് നടയിൽ വെക്കാറുണ്ട്, പഞ്ചസാര. അങ്ങനെ ഭക്തജനങ്ങൾക്ക് മനസ്സിൽ ആ ഒരു സമയത്ത് അമ്മ തോന്നിച്ചു തരും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളും ദേവി നടയിൽ നിന്ന്, അതായത് ചോറ്റാനിക്കരമ്മയുടെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ തീർച്ചയായിട്ടും അമ്മ സാധിച്ചു തരും. ആ ഒരു ഭക്തിയോടെയും വിശ്വാസത്തോടു കൂടിയും. പോരാത്തതിന് മിഥുനമാസം വരെയാണ്. മിഥുനമാസം ദേവിയുടെയും കൂടെ മാസമാണ്. അപ്പോൾ മിഥുനമാസത്തിൽ തന്നെ ചോറ്റാനിക്കര ദർശനം നടത്തി ഈ ഒരു നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ദേവിയോട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മ 21 ദിവസത്തേക്ക് അമ്മ അത് നമുക്ക് സാധിച്ചു തരും. അത്ര ഒരു എന്താ പറയുക, ഞാനൊരു അനുഭവസ്ഥനാണ്. കാരണം എൻ്റെ പല കാര്യങ്ങളും എനിക്ക് അമ്മ സാധിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആഴ്ച ചോറ്റാനിക്കര പോകുന്നതും കൂടെയാണ്. കാരണം ആഴ്ചയെന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ദിവസം അമ്മയെ പോയി കാണും, ഒരു തടസ്സവും കൂടാതെ. വൈകുന്നേരങ്ങളിലാണ്. വൈകുന്നേരം പോകുമ്പോഴത്തേക്ക് 4 മണിക്ക് അറിയാലോ ഭക്തർക്ക്, 4 മണിക്ക് നട തുറക്കും. ആ തുറക്കുന്ന സമയത്തുള്ള തിരക്കുള്ളൂ. പിന്നെ 4:30-ക്കൊക്കെ വളരെ തിരക്ക് കുറവായിരിക്കും. പിന്നെ ശബരിമല സീസൺ വരുവാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ മിഥുനമാസം, അതായത് മിഥുനമാസത്തിൽ തന്നെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയിട്ട് ഭക്തജനങ്ങൾക്ക് എന്ത് കാര്യമാണോ സാധിക്കാനുള്ള ആ ഒരു കാര്യം അമ്മയുടെ നേരെ നിന്ന് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ കനിഞ്ഞ് നമുക്ക് വേണ്ട ആഗ്രഹത്തിനുള്ള കാര്യങ്ങൾ സാധിച്ചു തരും. ഒപ്പം തന്നെ ദേവീ കടാക്ഷത്തിന് ഉത്തമമായ ഒരു മാസവും കൂടെയാണ് മിഥുനമാസം. അപ്പോൾ മിഥുനമാസത്തിൽ തന്നെ എല്ലാ ഭക്തജനങ്ങളും ചോറ്റാനിക്കര അമ്പലത്തിൽ പോയി നമ്മുടെ മനസ്സിലുള്ള നല്ല കാര്യങ്ങൾ പറയുക. അപ്പോൾ ആഗ്രഹം പറയുമ്പോൾ കൂടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണ് അമ്മയ്ക്ക് കൊടുക്കാനുള്ളത്. അതായത് ആഗ്രഹം സാധിച്ചിട്ട് ഒരു വഴിപാടും കൊടുക്കാൻ നിൽക്കരുത്. ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, എനിക്കിന്ന് ചിട്ടിയാണ്, എനിക്ക് ഒരു ചിട്ടി വീഴുവാണെങ്കിൽ ഞാനൊരു 250 രൂപ ക്ഷേത്രത്തിൽ നിൽക്കും, നിങ്ങൾ ഒരു എണ്ണ മേടിച്ച് നിൽക്കുക. എൻ്റെ അഭിപ്രായം പറയുവാണെങ്കിൽ നമ്മൾ മിഥുനമാസത്തിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകുമ്പോൾ അമ്മയ്ക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത് ആ ഒരു കാര്യം നടക്കി വെച്ചിട്ട്, അമ്മേ എൻ്റെ മനസ്സിലെ ഇന്ന കാര്യങ്ങളാണ്, അതെൻ്റെ അമ്മ എനിക്ക് നടത്തി തരണം, ആ ഒരു വെക്കുമ്പോഴത്തേക്ക് ആ ഒരു കാര്യം നമ്മൾ വെച്ച് ആ ഒരു ഭക്തിയോട് വേണം നമ്മുടെ കാര്യങ്ങൾ അമ്മയോട് പറയാൻ. അല്ലാതെ കാര്യം നടത്തിയിട്ട് അമ്മയ്ക്ക് ഞാൻ തരാം. അപ്പം ദേവിയെ ശരിക്കും പറഞ്ഞാൽ വിശ്വാസമില്ലാത്തതുണ്ട്. മിക്ക ഭക്തജനങ്ങളും ഭഗവാൻ എൻ്റെ കാര്യം സാധിക്കണം, ഞാൻ അന്നാലെ വഴിപാട് തരത്തുള്ളൂ. അപ്പം ഞാൻ തിരിച്ചൊരു കാര്യം ചോദിച്ചിട്ട്, അപ്പം നമ്മുടെ കാര്യോപയോഗത്തിന് വേണ്ടിയാണ് നമ്മൾ ഈശ്വരനെ വിളിച്ചത്. അപ്പം ഈശ്വരനെ നമ്മളൊരു കാര്യം കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു മാലയാകട്ടെ, ഇല്ലെങ്കിൽ ഒരു ശർക്കര ആകട്ടെ, ഇല്ലെങ്കിൽ എന്തും ആകട്ടെ, അപ്പോൾ അത് കാര്യം നടത്തിയിട്ടാണ് നമ്മൾ ഈശ്വരന് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു കാര്യം നടത്തി തരാൻ വേണ്ടിയല്ലേ നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ഈശ്വരനോട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്നേഹമില്ല. അപ്പോൾ സ്നേഹമുള്ള ഒരു വ്യക്തി, അതായത് ഈശ്വരൻ തന്നാലും ഞാൻ പറഞ്ഞ കാര്യം എൻ്റെ ഭഗവാനെ ഞാൻ നടക്കിക്കൊണ്ട് വെക്കുക, ആ ഒരു വിശ്വാസമാണ് ഈശ്വരൻ നോക്കുന്നത് അല്ലേ? ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരു ചേച്ചി വിളിച്ച്, തിരുമേനി എൻ്റെ മോക്ക് ജോലി കിട്ടുന്നില്ല, ഞാൻ ജോലി കിട്ടുവാണെങ്കിൽ അടുത്തൊരു കൃഷ്ണക്ഷേത്രമുണ്ട്, അവിടെ ചുറ്റുകളൊക്കെ നിറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ചേച്ചി കാര്യത്തിന് വേണ്ടിയാണ് വിളിച്ചത്. ജോലി കിട്ടുവാണെങ്കിൽ ചുറ്റുകളൊക്കെ നിറഞ്ഞേക്കാന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു ഉപകാരത്തിന് ജോലി കിട്ടിയില്ലെങ്കിൽ ചേച്ചി അത് ചെയ്യത്തില്ല. അപ്പോൾ ചേച്ചി ആ കാര്യം
തൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഭഗവാനോട് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഭഗവാൻ എനിക്ക് ചുറ്റുവിളക്ക് കത്തിക്കാൻ അത്രയും പൈസ, ഞാനൊരു തിരി കത്തിക്കാൻ, എൻ്റെ മോക്കും നല്ലൊരു ജോലി കിട്ടണം. അപ്പോൾ ആ ഭക്തികൾ പറയുമ്പോൾ ഭഗവാൻ അത് കേൾക്കും അല്ലേ. ഇല്ലെങ്കിൽ ആ ചേച്ചി ചുറ്റുവിളക്ക് എടുത്തിട്ട് പ്രാർത്ഥിക്കുക, ഭഗവാനെ ഞാൻ ചുറ്റുവിളക്ക് എടുക്കുക, എൻ്റെ കുഞ്ഞിന് ജോലി കിട്ടുകൊണ്ട് തീർച്ചയായിട്ടും കിട്ടും. അപ്പം നമ്മുടെ കാര്യങ്ങളും പലതും നടക്കാത്ത നമ്മൾ നേർച്ച കാര്യങ്ങൾ പറയും, പക്ഷേ കാര്യം ഫലിച്ചു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുമ്പോഴായിരിക്കും നമ്മൾ ഈ ഒരു വഴിപാട് തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഭക്തജനങ്ങൾ ചോറ്റാനിക്കര പോകുമ്പം എന്ത് കാര്യമാണോ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പോകുന്നത്, ആ ഒരു കാര്യം കൊണ്ടു കൊടുത്തതിന് ശേഷം ആഗ്രഹം പറയുക, അമ്മേ എൻ്റെ കാര്യങ്ങൾ മനസ്സിലുള്ള ഇന്ന കാര്യങ്ങൾ അതാണ് എനിക്ക് സന്തോഷമായിട്ട് ഈ ഒരു കാര്യം സ്വീകരിച്ച് അമ്മ എനിക്ക് നടത്തി തരണം. അപ്പോൾ അമ്മയ്ക്ക് ഒരു സന്തോഷമുണ്ടാകും. നമ്മുടെ ഭക്തിപരമായി നമ്മൾ വിശ്വാസം അർപ്പിച്ച് ചെയ്യുമ്പോൾ ആ ഒരു വഴിപാടിന് തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും മിഥുനമാസത്തിൽ തന്നെ ചോറ്റാനിക്കരെ പോയി അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞ് സാധിച്ചെടുക്കും. അത് അമ്മ തീർച്ചയായിട്ടും നടത്തും. ആ ഒരു വിശ്വാസം ദേവിയിലേക്ക് ഉണ്ടാകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ വരുന്നതാണ്. നമസ്കാരം.